നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രസമുള്ള രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രസപ്പൊടി ഒന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു. ഇപ്പോൾ നമുക്ക് സദ്യയിലേക്ക് ആയാലോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ ഈ രസം നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ഉണ്ടാക്കുന്നതാണ് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും എളുപ്പമാണ് ഉണ്ടാക്കാൻ, മാത്രമല്ല ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഈ രസം എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ വലതുഭാഗത്ത് ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ബട്ടൺ ഇല്ല, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കണം വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ആക്കി കൊടുക്കണം. അപ്പോഴാട്ടോ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ചെയ്യണേ. അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് നമ്മളോട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തോക്കാണ്. ഇനി ഇതിലോട്ട് രസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം പെട്ടെന്ന് തിളച്ച് വരാനായിട്ട് നമ്മളിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിനായിട്ട് പുളി കുറച്ച് നേരത്തെ മുന്നേ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20-30 മിനിറ്റ് മുന്നൊക്കെ ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് കൊടുത്താൽ മതിയാവും. ഈ സമയം കൊണ്ട് തന്നെ ഇത് ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. പിന്നെ ഇത് പിഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വെള്ളം തന്നെ എടുത്താൽ തന്നെ ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടാവും. നമ്മളിവിടെ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാട്ട വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ ഈ പുളിവെള്ളം നമ്മൾ ഇനി പിഴിയാനൊന്നും നിൽക്കണില്ല, അല്ലാണ്ട് തന്നെ ഇതുപോലെ ആ വെള്ളം മാത്രമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് പുളി നന്നായിട്ട് വേണമെന്ന് വെച്ചാൽ ഈ പുളി തന്നെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുത്താലും മതിയാവും. അത് നിങ്ങൾ പിന്നീട് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഈ പുളിയിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അങ്ങനെ പിഴിയണമെന്നില്ല, ഈ വെള്ളം തന്നെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വെള്ളം തിളച്ച സമയത്ത് നിങ്ങളൊന്ന് പുളി നോക്കുക. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കണ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ബാക്കിയുള്ള കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ബൗൾ എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടോ എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടിക്കൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടാണ് ഇതെല്ലാം ഒന്ന് കറക്കി എടുക്കുന്നത്. അതിലോട്ട് ഈ രസത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ മതിയാവും. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടിയായിട്ടപ്പോൾ ഞാൻ ചേർക്കുന്നുള്ളൂ. എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ കൂടുതൽ ചേർക്കാം. നമ്മളിതിൽ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എരിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചേർക്കാം. ഇനി കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ചേരുവകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇവിടെ കുറച്ച് കുരുമുളകും പിന്നെ മല്ലിയും കൂടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുഴുവനോടെയുള്ള മല്ലിയും പിന്നെ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുരുമുളക് നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുഴുവനോടെയുള്ള മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മല്ലി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മുഴുവനായിട്ടില്ലെങ്കിൽ മല്ലിപ്പൊടി അതിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കണം. പക്ഷേ മല്ലി മുഴുവനോട് എടുക്കുന്നതാട്ടോ ഈ രസത്തിന് നല്ലൊരു മണമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 20 വെളുത്തുള്ളിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇതുപോലെ ചെറുതായതുകൊണ്ട് 20 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അതല്ല വലിയ വെളുത്തുള്ളി നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു 15 എണ്ണമൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അതായത് മിക്സിയുടെ ബൗളിലൊന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഈ മല്ലിയും കുരുമുളകും ഒക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്നാക്കിയെടുത്ത് കൊണ്ടാൽ മതി. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ എല്ലാം ചതച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചതച്ചെടുത്തതെല്ലാം കൂടിയിട്ട് ഈ പ്ലേറ്റിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി, അതായത് ഒരു തക്കാളി ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ച് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷെ മല്ലിയില എന്തായാലും ചേർക്കണം, എന്നാലാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരും രസത്തിൻ്റെ. മല്ലിയില ചേർക്കാനായിട്ട് മറക്കല്ല കേട്ടോ. മല്ലിയിലൊക്കെ ചേർക്കുമ്പോഴാണ് ഈ രസത്തിന് നല്ലൊരു ടേസ്റ്റ് വരിക.
മുഴുവനോടുള്ള മല്ലി ഉണ്ടെങ്കിൽ അതും ഈ രസത്തിന് നല്ലൊരു മണം കൊടുക്കുന്നതാണ്. അങ്ങനെ ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കുക. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ച വെള്ളമില്ലേ ചട്ടിയിൽ, അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. അങ്ങനെ തിളച്ച് വന്നിട്ടുള്ള ഈ വെള്ളത്തിലോട്ട് നമ്മൾ ഈ തിരുമ്മി വെച്ചിട്ടുള്ള ഈ കൂട്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ മിക്സിയുടെ ബൗളിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ആ പ്ലേറ്റിൽ ബാക്കിയുള്ളതും കൂടി ഒക്കെ ഒന്ന് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതിലുള്ളതൊക്കെ വടിച്ചെടുത്തിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വെള്ളം തിളച്ചേലിക്കാണ് ഈ കൂട്ടൊക്കെ ഇട്ട് കൊടുത്തോണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങും. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഉപ്പ്, പുളി എന്നിവയൊക്കെ നോക്കി കൊടുക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുളിയൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി എനിക്ക് പുളിയോ വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയി നിൽക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിട്ടെന്ന് വെച്ചിട്ട് ഇതിൽ നല്ല മധുരമൊന്നും വരില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്, അതായത് നമ്മൾ ആ ചതച്ച് വെച്ച കൂട്ടൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് താളിച്ച് ചേർത്താൽ മാത്രം മതി. അപ്പോൾ താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് നമ്മൾ കടുകൊക്കെ പൊട്ടിക്കില്ല, അപ്പോൾ അങ്ങനെ പൊട്ടിച്ചില്ലെങ്കിലും നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ കഴിച്ചാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. ഒരു നാടൻ വിഭവം ആയതുകൊണ്ടാണ് നമ്മളിന്നിപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യം ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടിത്തീരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 2 വറ്റൽമുളകും ഇതുപോലെ കുറച്ച് വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതായത് ഈ മുളകിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറണം. ആ രീതിയിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ആ രസത്തിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ രസം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത്ര എളുപ്പത്തിലും ഇത്ര ടേസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേറെ രസമൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നെ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ആ മുഴുവനോടുള്ള മല്ലിയൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും നല്ല ടേസ്റ്റുള്ള രസമാണെന്നുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഇഷ്ടപ്പെട്ട ഈ റെസിപ്പി മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും കൂടിയിട്ട് ഈ രസം ഒന്ന് ഉണ്ടാക്കി നോക്കാനും പറയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമായിട്ടോ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ രസം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും റെസിപ്പി നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തേക്കണേ. എന്നിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിലോട്ടോ അല്ലെങ്കിൽ മെയിലിലോട്ടോ ഒന്ന് അയച്ചു തന്നാൽ മതി. നമുക്കത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ മെയിൽ ഐ ഡിയും ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിലോട്ടൊന്ന് അയച്ചു തന്നാൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.